ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് SMS ബോംബിംഗ് ആണ്. അപ്പോൾ ഇതേപോലെ SMS ബോംബിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടെർമാക്സ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം അടിക്കേണ്ട കമൻസൊക്കെ ഞാൻ പറഞ്ഞുതരാം. നേരത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി നേരത്തെ ഇൻസ്റ്റാഗ്രാം എങ്ങനെ ഹാക്ക് ചെയ്യാമെന്നുള്ള വീഡിയോ കണ്ടിട്ട് വരണം. എങ്കിൽ മാത്രമേ ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അതുമാത്രമല്ല, അതിൽ ഉപയോഗിച്ചിട്ടുള്ള 2-3 ടൂൾസ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്നിൽ കാണുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് അതിനുശേഷം ജസ്റ്റ് ഞാൻ പറയുന്നത് പോലെ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ഒരു പാക്കേജാണ് ഗിറ്റ്. ആ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് pkg ഇൻസ്റ്റാൾ ഗിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പം ഗിറ്റ് നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്: 0 അപ്ഗ്രേഡ്, 0 ന്യൂലി ഇൻസ്റ്റാൾഡ്, 0 ടു റിമൂവ്ഡ്. അപ്പം നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ട് ഇതേപോലെ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇപ്പം നമുക്ക് അടുത്ത് നെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത് ഗിറ്റ് ക്ലോൺ https github.com/github.com-നകത്ത് പോയതിന് ശേഷം ഫിലിപ്പ് hacker zx/bombinato എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിക്കുക. ഇപ്പം നമ്മുടെ ഫോണിലേക്ക് അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം LS എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ ബോംബിനേറ്റർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാൻ കഴിയും. നീല കളറിൽ കിടക്കുന്നതാണ് ഫോൾഡർ. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് CD bombinato എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ അടിക്കുക. വീണ്ടും LS എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആ ഫോൾഡറിനകത്തുള്ള എല്ലാ ഫയൽസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ. അതിൻ്റെ അകത്ത് നിന്നും നമുക്കിപ്പോൾ ആവശ്യം സ്റ്റാർട്ടാണ്. അപ്പോൾ ഒന്നിൽ ജസ്റ്റ് SH സ്റ്റാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. SH സ്റ്റാർട്ട് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ. ഇപ്പം ഇത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ സ്റ്റാർട്ടായി തുടങ്ങും. ഇപ്പോൾ ഓപ്പൺ ആവും. ഓക്കെ. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവുകയാണ്. എൻ്റെ നിങ്ങളതിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആ പാക്കേജൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലോ നമ്മുടെ ബോംബിനേറ്ററിൻ്റെ ഇൻസ്റ്റാളേഷൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ബോംബ് അയക്കാനുള്ള വ്യക്തിയുടെ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ നമ്പർ തന്നെ ടൈപ്പ് ചെയ്യുകയാണ്. എൻ്റെ നമ്പർ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഇതാണ് നമ്പർ. അതിനുശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ മെസ്സേജിൻ്റെ കൗണ്ട് എത്ര മെസ്സേജാണ് നമുക്ക് അയക്കേണ്ടതെന്ന് ചോദിക്കാം. അപ്പോൾ എനിക്കിവിടെ എൻ്റേതൊരു കുട്ടി ഫോണാണ്. അപ്പം സിമ്മ് ഞാൻ അതിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് 5 മെസ്സേജിൻ്റെ. ഇപ്പോൾ 5 ബോംബ് സെൻഡ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം 5 ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. 5 ബോംബ് സക്സസ്ഫുള്ളി സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5 ബോംബ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കുട്ടി ഫോൺ കാണിച്ചു തരാം. അതിൽ മെസ്സേജ് വന്ന് തുടങ്ങി. ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, കാണാൻ കഴിയും ഒരു മെസ്സേജ്. അപ്പോൾ ഞാനിവിടെ ആ മെസ്സേജ് ഒന്ന് വ്യൂ ചെയ്യാണ് എന്തോ ആണെന്ന്. 2 ആയി. നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ആ മെസ്സേജ് എന്ന്. 4 ആയി. 5 ആയി. ഓക്കെ. ഇപ്പോൾ എല്ലാത്തിലും ഇതേപോലെ OTP നെറ്റ്മെഡ്, ബിഗ് KT, റെഡ് ബസ്, ട്രിമ്മർലി, BAF ക്രൈ, ക്യാൻസൽ എന്നൊക്കെ പറഞ്ഞ് 5-6 OTPകൾ വന്നിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡിലീറ്റ് കൊടുക്കുകയാണ്. ഡിലീറ്റ്.
യെസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ LS എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ന്യൂ സെഷൻ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. LS. അപ്പോൾ അതിൻ്റെ അകത്ത് ബോംബിനേറ്റർ എന്ന് പറഞ്ഞാൽ CD എന്ന് അടിക്കുന്നത് നമ്മൾ നിൽക്കുന്ന ഫോൾഡറിൽ നിന്നും പുറകിലോട്ട് പോകാനാണ്. അപ്പം ഇപ്പോൾ ബോംബിനേറ്റർ കാണാൻ കഴിയും. അപ്പോൾ CD ബോംബിനേറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. LS എന്ന് വീണ്ടും ടൈപ്പ് ചെയ്യുക, അവിടെ സ്റ്റാർട്ട് കാണും. SH സ്റ്റാർട്ട് എന്ന് ടൈപ്പ് ചെയ്യാം. ഇല്ല എങ്കിൽ ബാഷ് സ്റ്റാർട്ട് എന്ന് ടൈപ്പ് ചെയ്യാം, എൻ്റർ അടിക്കാം. രണ്ടും പ്രവർത്തനം ഒന്നാണ്. ഇപ്പോൾ എല്ലാ റിക്വയർമെൻറ്റ്സ് എല്ലാം ഒന്നിനും സ്റ്റാർട്ടായി ഒന്നിനും ഓപ്പണായി വരും. ഇതുപയോഗിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ പ്രാങ്ക് ചെയ്യാം, അത്രമാത്രം. വേറെ ഉപയോഗമൊന്നുമില്ല. ഓക്കെ. ഇപ്പോൾ നമ്മുടെ അടിക്കേണ്ട മൊബൈൽ നമ്പറിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു ചുമ്മാ എൻ്റെ ഒരു മൊബൈൽ നമ്പറാണ് നേരത്തെ കൊടുത്തത്. ഇതേപോലെ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ മെസ്സേജിൻ്റെ അക്കൗണ്ട് ചോദിക്കും, എൻ്റർ അടിക്കുക. അതിനുശേഷം നിങ്ങൾ ഫ്രണ്ട്സിന് മെസ്സേജ് അയയ്ക്കുക. പിന്നെ ഇത് ക്ലോസ് ചെയ്യാൻ എക്സിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എക്സിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എക്സിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. യെസ്. അപ്പം ഇനി ഇതിൽ കിട്ടുന്ന വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബായ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.